അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എൽജിൻസ് വേൾഡ്. അപ്പം ഞാനിന്ന് ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുട്ട നോക്കൂ ഗൈസ്, നല്ല ഷൈനി ആയിട്ടുള്ളൊരു മുട്ടയാണ്. വാവ്, എൻ്റെ താത്ത ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്ന് ഡ്രമ്മ് കിട്ടും. അപ്പം രാവിലെ തന്നെ ഞാൻ ഇങ്ങനെയാണ് എണീച്ചു വന്നത്. ഞങ്ങൾ രാവിലെ എണീച്ചിട്ടൊക്കെ പല്ല് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കാത്തൂനെ വെച്ചിട്ടാണ് പറയുന്നത്. കാത്തു വെച്ചുതരാനാണ് പറയുന്നത്. ടി വി ഓണാക്കാണ് താത്ത. അപ്പൊ ഇവിടുത്തെ ഇത് മാറ്റണ സ്ലേറ്റിന്റെ ഒക്കെ GB അല്ല TV, അതിന്റെ താത്ത കേട്ടോ. അപ്പൊ ഈ സ്ലേറ്റിന്റെ ചെറിയ പീസൊക്കെ ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ കറണ്ട് വീണ്ടും പോയി. ഞാൻ വെയ്യൂലേ താത്ത, നോക്കിക്കോ, കണ്ടിട്ട്. പിന്നെ ഞാൻ കുറച്ചേരം അബൂബിനായിട്ടൊക്കെ കളിച്ചിട്ടു. അബൂബു 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 ഇത് സത്വാ. ഞാൻ മൈൻഡാക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഞാൻ മൈൻഡാക്കുകയാണെങ്കിൽ അബൂബു ലബൂബു എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും താത്ത. അപ്പൊ ഇന്ന് താത്ത നടുവെച്ചിട്ട് എൻ്റെ താത്താൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതുകൊണ്ട് ഞാനൊരു ഒറ്റക്കാവും. അതിപ്പോൾ കേട്ടത് എന്നെ മറ്റേ ഡോഗെന്ന് വിളിച്ചതാണ്. താത്താൻ്റെ ഡോഗെന്ന് വിളിച്ചത്. ഇത് വായിക്കിട്ടപ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാൻ കേട്ടോ. പിന്നെ ആണെങ്കിൽ എൻ്റെ കുറുമ്പിത്താത്ത ആണെങ്കിൽ ഈ സ്പൂണിലൊന്നും തരാത്തുള്ള കാണാൻ പറ്റാത്ത ഒരു സൂപ്പാണ് തന്നത്. അപ്പൊ ഞാനത് എൻ്റെ അടുത്തിട്ട് നോക്കി, താത്ത എവിടെ സൂപ്പ് ഇതില്ലേ താത്ത. പിന്നെ താത്താൻ്റെ ഭാഗ്യാണ്, ഇല്ലെങ്കിൽ ഞാൻ ഈ സാധനം ഈ കളറൊക്കെ എടുത്തേനെ, ചീറിയേനെ. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വീണ്ടും TV ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ താത്താൻ്റെ പണിയാണ് TV വെക്കുക, അപ്പോൾ കണ്ടു പോവുക, TV വെക്കുക. എനിക്ക് ശരിക്കും ഇഷ്ടം പേപ്പർ പിഗ്ഗാണ്. അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. 11 മണിക്കല്ല, 10 മണിക്കാണ് തീരുന്നത്. ഗൈസ് 11 മണി വരെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എൻ്റെ താത്താൻ്റെ അമ്മ സ്പൂണായിട്ട് പോയി. അപ്പൊ ദീദിനെ വിളിക്കാണ് ഞാൻ ചിലപ്പോ ഇനി താത്താന്ന് വിളിക്കും, ദീദിനെ വിളിക്കും, പറ്റൂലെങ്കിൽ ജിയാന്ന് വിളിക്കും. അപ്പൊ താത്ത പറഞ്ഞ് ഇവന്റെ കരച്ചില് മാറ്റാൻ ഇനി വാക്കറിൽ തന്നെ ഇരുത്തണം. വാക്കറിൽ ഇരുത്തൂലട്ടാ, പിന്നെ ആ പാട്ട് വെക്കുള്ളൂ. ഇരുത്താണെങ്കിൽ ഞാൻ പിന്നെ ചീറിയണ്ട് പൊളിക്കും. അപ്പൊ വിടടാ. അപ്പൊ താത്ത എന്നെ വാക്കറില് പാട്ട് വെച്ച്. ഗൈസ്, ക്രാബുകളാണ് സൈഡ് വേസിൽ നടക്കുന്നത്. പക്ഷെ ഈ മനുഷ്യനാണ്, എൻ്റെ വീട്ടിലെ എൽസിനാണ് സൈഡ് വേസിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ അതാ വാക്കറിൽ കേട്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഗൈസ്, ഞാൻ നിൽക്കുന്നത് നോക്കൂ ഗൈസ്. പിന്നെ താത്തൻ്റെ തലമൊക്കെ അടിച്ച് ടക്കിട്ട് ഗൈസ്. പിന്നെ എൻ്റെ താത്ത ക്രാഫ്റ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. കാണുകയാണെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുന്നറിയാലോ. എൻ്റെ താത്ത നല്ലൊരു പടം വരച്ചുകാരിയാണ്. അപ്പം എൻ്റെ താത്താൻ്റെ ബെസ്റ്റ് വരച്ചത് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ താത്ത വരച്ചത്. ഇതിന് താത്താക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ മീമിനെ കണ്ടത്. അപ്പം ഞങ്ങൾ മീമിൻ്റെ അടുത്തേക്ക് ഓടി പോവാണ്.
ഞങ്ങളിതാ മീനിന്റെ ഡപ്പ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിതാ ഞങ്ങളുടെ അബ്ബനെ കാണാനായിട്ട് കരയാണ്. ദിസ് ഈസ് മൈ ക്യൂട്ട് ലിറ്റിൽ ബേബി. പിന്നെ ഞങ്ങൾ ഹൈഡാൻസി കളിച്ചിട്ടോ. അയ്യോ കണ്ടുപിടിച്ചേ, എൽസിനെ കണ്ടുപിടിച്ചേ. പിന്നെ എനിക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ് ഉണ്ടായത്. എൻ്റെ തത്ത വാഷ്റൂമിലേക്ക് പോയപ്പോൾ ഞാൻ ഒറ്റക്കായി. ഏത് ബുക്കിൽ നിന്നാലും കണ്ടുപിടിക്കും അല്ലേ? ഞാൻ ബാത്റൂമിൽ നിന്ന് കണ്ടുപിടിക്കും. പിന്നെ കഴിച്ച് ഇതാണ് എൻ്റെ താത്ത. അല്ല ഇതല്ല കേട്ടോ, ഇതാണ് ഞാൻ. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഞാൻ അന്തപ്പെട്ട് കൊന്ത പിടിഞ്ഞ മതി നിന്നിട്ടുണ്ടായിരുന്നതെന്ന്. ആ സോഫ ഒന്ന് കുടഞ്ഞതാണ് കേട്ടോ. ഞാനിതാ ഇവിടെ ഓടി കളിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ ശരിക്കും ഓടി കളിക്കൊക്കെ അറിയില്ല. വാക്കെല്ലാം ഓടി കളിക്കാൻ മാത്രമൊക്കെ അറിയില്ല. ഇപ്പതാ താത്താന്റെ കാലിലിരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ദേ വരുന്നു. ഓക്കെ, ഞാൻ പോകുന്നത് നോക്കൂ. പിന്നെ കഴിച്ചിൻ്റെ താത്താക്ക് ചെറിയൊരു വട്ടുണ്ട് കേട്ടോ. ഇന്ന് ഡിസംബർ 24 എന്നിട്ട് എൻ്റെ താത്ത ജനുവരിയിലാണ് വെച്ചിട്ടുള്ളത്, 2026. എൻ്റെ താത്താക്ക് ഫ്യൂച്ചർ അറിയാൻ പറ്റും ഗൈസ്. പിന്നെ താത്താൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ജനുവരിയിൽ ചെയ്തിട്ടോ. പിന്നെ എൻ്റെ താത്താൻ്റെ എക്സാം വരെയാണ്. അപ്പോഴാണ് എൻ്റെ താത്ത എന്നെ കത്തിയിട്ട് കൊല്ലാൻ വരുന്നത്. അപ്പൊ ന്യൂ ഇയറിൽ തന്നെ എൻ്റെ താത്താൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഫ്രണ്ടിന് ഇന്നലെ തന്നെ എൻ്റെ താത്ത ഇരുന്ന് ഉണ്ടാക്കിട്ടോ. സാധാരണ നമ്മൾ ലാസ്റ്റത്തെ തലേ ദിവസമൊക്കെ അല്ലേ ഉണ്ടാക്കുക, പക്ഷെ എൻ്റെ താത്ത നേരത്തെ ഉണ്ടാക്കും. എല്ലാ എൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ട് എന്തിനാ താത്താൻ്റെ കാര്യം ഞാൻ പറയുന്നു. പക്ഷെ എൻ്റെ താത്ത എന്നെ നല്ല കെയറിങ്ങാ. പിന്നെ കണ്ടുപിടിച്ചാൽ ഞാൻ വെറുതെ കാര്യമൊക്കെ ചെയ്യൂട്ടോ. നിങ്ങൾ വിചാരിക്കണ ആളല്ല. ഇപ്പൊ താത്തന്റെ ഫോൺ കിട്ടായിട്ടാണ് ഞാൻ വീണ്ടും കരയുന്നത്. താത്തൻ്റെ എത്ര പേടിപ്പിച്ചാലും ഞാൻ പേടിക്കൂലട്ടോ. പിന്നെ എൻ്റെ താത്താൻ്റെ മുമ്പൊക്കെ ഞാൻ മാന്തി ചോരൊക്കെ വിരിപ്പിക്കട്ടോ. കരഞ്ഞിട്ടോ. കരഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോയിട്ടോ. എന്നിട്ട് കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് അപ്പം എൻ്റെ അമ്മച്ചെന്നെ ഉറക്കി തരുന്നു. അങ്ങനെ ഗൈസ് എൻ്റെ താത്താൻ്റെ വീട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതാ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ ഹസ്ബൻ്റെ വണ്ടിയിൽ മേലെ കയറി കേട്ടോ.
ഇതാണ് എൻ്റെ അബ്ബൻ്റെ വണ്ടി. പിന്നെ ഗായ്സിൻ്റെ കീക്കിക്ക് കൂടില്ലാതെ അവിടെ പുറത്തിരിക്കായിരുന്നു കേട്ടോ. എൻ്റെ കീക്കിൻ്റെ കൂട് പോയി.